ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഞാനിവിടെ അരിപ്പൊടി കൊണ്ടാണ് ഈ ദോശ തയ്യാറാക്കുന്നത്. അരി അരച്ചിട്ടല്ല, അരിപ്പൊടിയും ഉഴുന്നും കൂടെ അരച്ചിട്ടാണ് ഞാനിവിടെ ദോശ തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ഒരു കപ്പ് ഉഴുന്ന് ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഈ ഉഴുന്നും അരിപ്പൊടിയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ. ഇനി ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ നമ്മൾ ദോശമാവ് തയ്യാറാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടും. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതൊന്ന് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വൈകുന്നേരം അരച്ച് വെച്ചിട്ട് രാവിലെയാണ് ഇത് ദോശ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഒരു രാത്രി മുഴുവൻ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ചൂടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഒത്തിരി സമയം വേണ്ട, 5-6 മണിക്കൂർ മതി. ഇപ്പം നമ്മുടെ മാവ് ഏകദേശം നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഈ ദോശ നമുക്ക് അരിപ്പൊടി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ദോശയാണിത്. അരിപ്പൊടി ഉപയോഗിച്ചാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ടുള്ളൊരു നല്ല ദോശ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് അരി വേണമെന്നില്ല, അരിപ്പൊടി ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനാണ് ഇവിടെ ഉപയോഗിച്ച അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് ഉപയോഗിച്ചിരുന്നത്. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ റെഡിയായി കിട്ടി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്